നെക്സ്റ്റ് സെക്ഷൻ നമ്മളിപ്പോൾ ലൈൻ ഇൻറ്റഗ്രൽസ് പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി എന്താണ് ലൈൻ ഇൻറ്റഗ്രൽസിൻ്റെ പ്രോപ്പർട്ടീസ് എന്നാണ് പറയുന്നത്. സോ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് എ ലൈൻ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഇഫ് എഫ് ഓഫ് എക്സ് കൊമ വൈ കൊമ സെറ്റ് ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, സി എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് കർവ് ലൈൻ വിത്തിൻ ദ ഡൊമൈൻ ഓഫ് എഫ് ആൻഡ് കെ ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഡൊമൈൻ ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എവിടെയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു പോർഷനെയാണ് നമ്മൾ ഡി എന്ന് പറയുന്ന ഒരു ഡൊമൈനായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ വേറെ കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന റിസൾട്ടാണ് ഇൻറ്റഗ്രൽ ഓവർ സി കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് കൊമ വൈ കൊമ സെറ്റ് ഡി എസ് വിച്ച് ഈസ് ഈക്വൽ ടു കെ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് കൊമ വൈ കൊമ സെറ്റ് ഡി എസ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഇതിൻ്റെ മുന്നേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ലൈൻ ഇൻറ്റഗ്രൽസിൻ്റെ കാര്യത്തിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇഫ് എഫ് വൺ ഓഫ് എക്സ് കൊമ വൈ കൊമ സെറ്റ് ആൻഡ് എഫ് ടു ഓഫ് എക്സ് കൊമ വൈ കൊമ സെറ്റ് ആർ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓൺ എ ഡൊമൈൻ ഡി ആൻഡ് സി എന്ന് പറയുന്നത് ബി എ സ്മൂത്ത് കർവ് ലൈൻ വിത്തിൻ ദ ഡൊമൈൻ ഡി ആണെങ്കിൽ ദെൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇൻറ്റഗ്രൽ ഓവർ സി എഫ് വൺ പ്ലസ് എഫ് ടു ഡി സെറ്റ് ഇസ് ഇക്വൽ ടു നമുക്ക് ഇൻറ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും ഇൻറ്റഗ്രൽ ഓവർ സി എഫ് വൺ ഡി എസ് പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ടു ഡി എസ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, എഫ് വൺ ആൻഡ് എഫ് ടു എന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷൻസ് ആവുന്ന കേസിലാണ് നമ്മൾ ഇതേമാതിരി ചെയ്യുന്നത്. ഇഫ് ദ കർവ് സി ഈസ് മെയ്ഡ് ബൈ ജോയിനിങ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് കർവ്സ്, ഒരു കർവ് സി എന്ന് പറയുന്നത് ജോയിൻഡ് ബൈ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് കർവ് സി വൺ സി ടു എക്സെട്ര അപ് ടു സി എൻ ബൈ എൻ ആണെങ്കിൽ ദെൻ ദ ഇൻറ്റഗ്രൽ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓവർ സി എന്ന് പറയുന്നത് ഈസ് ദ സം ഓഫ് ദ ഫോം ഓഫ് ദ ഇൻറ്റഗ്രൽസ് ഓവർ ദ കർവ്സ് ദറ്റ് മേക്ക് ഇറ്റ്. ഓക്കെ, അതായത് നമുക്ക് സി എന്ന് പറയുന്ന ഒരു കർവ് ഉണ്ട്. ആ സി എന്ന് പറയുന്ന കർവ് എന്ന് പറയുന്നത് സി വൺ യൂണിയൻ സി ടു യൂണിയൻ എക്സെട്ര യൂണിയൻ സി എൻ എന്ന് പറയുന്നതാണെങ്കിൽ നമ്മൾ ഓരോ കർവിൻ്റെയിലുള്ള എഫിൻ്റെ ലൈൻ ഇൻറ്റഗ്രൽ കണ്ടിച്ച് നമ്മൾ ആഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. സോ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡി എസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ സി വൺ എഫ് ഡി എസ് പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ സി ടു എഫ് ഡി എസ് പ്ലസ് എക്സെട്ര പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ സി എൻ എഫ് ഡി എസ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഒരു കർവ് സി എന്ന് പറയുന്നത്. അതിന് നമുക്ക് സി വൺ യൂണിയൻ സി ടു യൂണിയൻ, അതായത് ആദ്യം ഒരു കർവ് ഉണ്ടായിരുന്നു നമുക്കിവിടെ, ഇത് സി വൺ ആയിരുന്നു. ഇതിനെ വീണ്ടും ഇതിൻ്റെ എൻഡ് ജോയിൻ ചെയ്തിട്ട് വീണ്ടും ഒരു കർവ് സി ടു എടുത്തു, ദെൻ വീണ്ടും ഒരു കർവ് എടുത്ത് സി ത്രീ എടുത്തു. ഇങ്ങനെ നമ്മൾ വരച്ച് പോവുകയാണ്. സോ നമുക്ക് ഇതിനെ മൊത്തത്തിൽ ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ള കർവിനെയാണ് നമ്മൾ സി എന്ന് വിളിക്കുകയാണെങ്കിൽ സോ ഇൻറ്റഗ്രൽ ഓവർ സി ഇസ് ഈക്വൽ ടു നമുക്ക് ഇൻറ്റഗ്രൽ ഓവർ സി വൺ പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ സി ടു പ്ലസ് എവിടെ എത്ര എണ്ണുണ്ട്, സി ത്രീ വരെ ഉണ്ട് അല്ലേ. സോ ഇൻറ്റഗ്രൽ ഓവർ സി ത്രീ അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും എന്നാണ് നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത്രയാണുള്ളത്. ഇനി നമുക്ക് അത് വെച്ചിട്ടൊരു പ്രോബ്ലമാണ്. അപ്പോൾ പ്രോബ്ലം ഇവിടെ പറയുന്നത് പ്രോബ്ലം 5 ഇൻറ്റഗ്രേറ്റ് എഫ് ഓഫ് എക്സ് കൊമ വൈ കൊമ സെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് റൂട്ട് 5 മൈനസ് എച്ച് സ്ക്വയർ ഓവർ ദ പാത്ത് ഫ്രം 0 0 0 to 1 1 1 given by c1 is equal to r of t which is equal to ti plus t square j 0 less than or equal to t less than or equal to 1 and c2 from r of t I plus j plus t k 0 less than or equal to t less than or equal to 1 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഫംഗ്ഷനെ ഓവർ ദ കർവിൽ ഇൻറ്റഗ്രേറ്റ് എഫ് ഓഫ് എക്സ് കൊമ വൈ കൊമ സെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് റൂട്ട് വൈ മൈനസ് എച്ച് സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനെ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യുകയാണ്, ഇൻറ്റഗ്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓവർ ദ പാത്ത് ഫ്രം 0 0 to 1 1 1 എന്ന് പറയുന്നതാണ്. അത് രണ്ട് കർവ് ആയിട്ടാണ്, അണ്ടർ ദ കർവ് C1 ആൻഡ് അണ്ടർ ദ കർവ് C2 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ നമ്മൾ തൊട്ട് മുകളിൽ പഠിച്ചു കഴിഞ്ഞ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇൻറ്റഗ്രൽ ഓവർ സി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ C1 പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ C2. ഈ ഒരു റിസൾട്ട് വെച്ചിട്ടാണ് നമ്മളിവിടെ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിവിടെ എന്താ പറയണേ നോക്കാം. ലെറ്റ് സി ബി ദ പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷൻ ആൻഡ് ദെൻ സി ഇസ് ഈക്വൽ ടു C1 യൂണിയൻ C2 വെർ C1 ഈസ് പാരാബോളിക് ആർക്ക് എന്ന് പറഞ്ഞത്. ഓക്കെ, എങ്ങനെയാണ് C1 എന്ന് പറയുന്നത് പാരാബോളിക് ആർക്കാണെന്ന് പറഞ്ഞതെങ്കിൽ ഇവിടെ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ടി ആണ് അല്ലേ. അതുമാതിരി തന്നെ വൈ ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ടി സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതായത് നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു ടി എന്ന് എടുത്തു കഴിഞ്ഞാൽ വൈ ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ, അതായത് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഗ്രാഫാണ്, പാരാബോളിക് ആയിട്ടുള്ളതാണ്. സോ നമ്മുടെ C1 എന്ന് പറയുന്നത് പാരാബോളിക് ആർക്കാണ് ഇൻ ദ എക്സ് വൈ പ്ലെയിന് ഫ്രം എവിടെ നിന്ന് മുതൽ എവിടെ വരെ 0 0 0 to 1 1 1 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയായിരുന്നു, ഇൻറ്റഗ്രൽ ഓവർ സി ആണ് കണ്ടുപിടിക്കേണ്ടത് വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ഇൻറ്റഗ്രൽ ഓവർ C1 പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ C2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ നമ്മൾ ഫസ്റ്റ് ഇൻറ്റഗ്രൽ ഓവർ C1 കണ്ടുപിടിക്കും സെപ്പറേറ്റ്ലി, പിന്നെ ഇൻറ്റഗ്രൽ ഓവർ C2 എന്ന് പറയുന്നത് സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കും, എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് കർവ് നമ്മൾ ഗാമ ഓഫ് ടി എന്ന് പറയുന്നത് എടുത്തു. ഗാമ ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ
വേർ 0 <t < 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വി ഓഫ് ടി എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. സോ വി ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഡി ആർ ഡിവൈഡഡ് ബൈ ഡി ടി. സോ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഐ പ്ലസ് 2tj എന്ന് പറയും. മോഡ് വി ഓഫ് ടി എന്ന് പറയുന്നത് √(a²+b²). ഇവിടെ 2 കമ്പോണൻറ്റേ ഉള്ളൂ, അതുകൊണ്ടാണ് √(a²+b² എന്ന് പറഞ്ഞത്. ഹിയർ എ എന്ന് പറയുന്നത് 1, ബി എന്ന് പറയുന്നത് 2t ആയിരുന്നു. സോ അതെന്തായിട്ട് വരും? √1+2t² വിച്ച് ഈസ് ഈക്വൽ ടു √1+4t² എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് ഇൻ്റഗ്രൽ ഓവർ C1 f(x, y, z) ds is equal to integral a to b f of x of t, y of t, z of t into mod v of t dt എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടുത്തെ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്തായിരുന്നു? എക്സ് ഓഫ് ടി is equal to ടിയും വൈ ഓഫ് ടി എന്ന് പറയുന്നത് t², സെറ്റ് ഓഫ് ടി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടോ? കെൻ്റെ കോഎഫിഷ്യൻ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ കെൻ്റെ കോഎഫിഷ്യൻ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതെന്ത് പറയാം? സെറ്റ് ഓഫ് ടി എന്ന് പറയുന്നത് 0 ആണെന്ന് പറയാം. സോ ഇതെന്തായിട്ട് പറയും? എഫ് ഓഫ് ടി t², 0 ഇൻറ്റു √1+4t² dt എന്ന് പറയും അല്ലേ. നമുക്ക് ഇവിടുത്തെ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു x+√y -z² എന്നായിരുന്നു. സോ നമുക്കിവിടെ എഫ് ഓഫ് ടി t², 0 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? t+√t² -0 എന്ന് നമുക്ക് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു t+√t² എന്ന് പറഞ്ഞാൽ വേണ്ടി എന്ത് വരും? ടി വരും അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 2t എന്ന് നമുക്ക് കിട്ടും. സോ നമ്മുടെ ഇൻ്റഗ്രൽ എന്തായിട്ട് മാറും? ഇൻ്റഗ്രൽ 0 to 1 ഇതാണ് 2t, അതായത് √1+4t² ഇൻറ്റു 2t dt എന്ന് വരും അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണ്. u is equal to 1+4t² എന്ന് എടുക്കുകയാണ്. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് du നമ്മൾ ചെയ്യുമ്പോൾ du is equal to നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് 4 × 2 8t എന്ന് നമുക്ക് കിട്ടും. dt എന്ന് നമുക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 2dt ആണ് കിട്ടേണ്ടത്. സോ 2dt കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ 4 × 2t dt എന്ന് എഴുതാൻ പറ്റും. സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് 1/4 du ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2t dt എന്ന് വരും അല്ലേ. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇൻ്റഗ്രൽ 0 to 1 √u ഇൻറ്റു 1/4 du എന്ന് നമുക്ക് വരും. സോ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1/4 ഇൻറ്റു u⁻3/2 ഓൾ ഡിവൈഡഡ് ബൈ 3/2 വിത്തിൻ ദ ലിമിറ്റ് എവിടെ നിന്ന് മുതൽ 0 to 1. യുവിന് ലിമിറ്റ് ഇട്ട് കൊടുക്കരുത്, കാരണം നമ്മളിവിടെ ലിമിറ്റ് ചേഞ്ച് ചെയ്തിട്ടില്ല. സോ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യാണ്? 2/3 ഇൻറ്റു യുക്ക് പകരം നമ്മൾ 1+4t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓൾ പവർ 3/2 ഇനി വിത്തിൻ ദ ലിമിറ്റ് 0 to 1 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടിക്ക് നമ്മൾ എന്ത് കൊടുക്കുക? ആദ്യം 1 കൊടുക്കുക, പിന്നെ ടിക്ക് 0 കൊടുക്കുക. അങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ടൊന്ന് നോക്കുക. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/6 ഇൻറ്റു 5√5 -1 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതേമാതിരി അടുത്ത ഇൻ്റഗ്രൽ നമുക്കിപ്പോൾ ഇൻ്റഗ്രൽ ഓവർ C1 ആണ് കണ്ടുപിടിച്ചത്. നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഇൻ്റഗ്രൽ ഓവർ C2 എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ C2 എന്ന് പറയുന്നത് നമ്മൾ ജോയിൻ ചെയ്യുന്നത് C2 is the line segment from 1102 to 11 എന്ന് പറയുന്നതാണ്. ആൻഡ് അതിൻ്റെ വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് r of t is equal to i plus j plus tk 0 less than or equal to t less than or equal to 1 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് C2 ഇത് എവിടെ നിന്ന് മുതൽ എവിടം വരെ വേറെ ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ആദ്യം 0 കൊടുക്കാം. അതായത് ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഇവിടെ എന്താണെന്ന് അറിയാം? എക്സ് ഓഫ് ടി is equal to നമുക്ക് 1 ആൻഡ് വൈ ഓഫ് ടി is equal to നമുക്ക് എന്താണ്? 1 ആണ്. ദെൻ നമുക്ക് എന്താണെന്ന് അറിയാം? സെറ്റ് ഓഫ് ടി is equal to ടി ആണുള്ളത് അല്ലേ. ഇപ്പോൾ വെൻ ടി is equal to 0 കൊടുക്കുമ്പോൾ ഇതെന്തായിട്ട് മാറും? അതായത് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് 1 തന്നെ, വൈ ഓഫ് ടി എന്ന് പറയുന്നത് 1 വരും, സെറ്റ് ഓഫ് ടി എന്ന് പറയുന്നത് 0. സോ അങ്ങനെയാണ് ഈ ഒരു പോയിന്റ് കിട്ടിയത്. നമ്മൾ ടി is equal to 1 എന്ന് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റും കിട്ടും. അത്രയേ ഉള്ളൂ. ഇത് തൊട്ട് മുകളിലത്തെ പ്രോബ്ലത്തിലും നമ്മൾ അതേമാതിരിയാണ് നോക്കേണ്ടത്. ഞാനതവിടെ പറയാൻ വിട്ടുപോയതാണ്, അത് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ആർ ഓഫ് ടി എന്ന് കിട്ടി. ആർ ഓഫ് ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വി ഓഫ് ടി കാണാം. വി ഓഫ് ടി എന്ന് പറയുന്നത് ഡി ആർ ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. സോ ഇവിടെ 1 ആണ്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 വരും. ഇവിടെയും കോഎഫിഷ്യൻ്റ് 1 ആണ്, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 വരും. പിന്നെ ഇവിടെ ടി ആണ്, ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 എന്ന് വരും. സോ നമുക്കിവിടെ എന്തായിട്ട് കിട്ടി? കെ എന്ന് കിട്ടി അല്ലേ. കെ മാത്രമേ ഉള്ളൂ. സോ വി ഓഫ് ടി is equal to കെ ആണ്. സോ നമുക്ക് √(a² + b² + c² എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും 0² + 0² + 1 എന്ന് വരും. 1² എന്ന് വരും. വിച്ച് is equal to നമുക്ക് എന്തെങ്കിലും 1 കിട്ടും. സോ മോഡ് വി ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്. സോ നമ്മുടെ റിസൾട്ട് പ്രകാരം നമുക്ക് ഇൻ്റഗ്രൽ ഓവർ C1 f of x, y, z dz
ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി കൊമ വൈ ഓഫ് ടി കൊമ സെഡ് ഓഫ് ടി ഇൻറ്റു മോഡ് വി ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? അതായത് നമുക്ക് ഇവിടെ ഒരു മിനിറ്റ്, എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? 1, വൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1, സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് കെ എന്ന് പറയുന്നത്. സോ എഫ് ഓഫ് 1, ടി എന്ന് വരും. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? എക്സ് പ്ലസ് റൂട്ട് വൈ മൈനസ് സെഡ് സ്ക്വയർ എന്നാണ്. ഇപ്പോൾ എക്സ് ഓഫ് ടിക്ക് പകരം 1 കൊടുക്കുക, 1 പ്ലസ് റൂട്ട് 1 മൈനസ് നമുക്ക് എന്ത് വരും? ടി സ്ക്വയർ എന്ന് വരും. സോ 1 + 1 മൈനസ് ടി സ്ക്വയർ എന്ന് വരും. സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് 2 മൈനസ് ടി സ്ക്വയർ എന്ന് വരും. അതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 2t മൈനസ് ടി ക്യൂബ് ഡിവൈഡഡ് ബൈ 3 വിത്തിൻ ദ ലിമിറ്റ് 0 to 1. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ നമുക്ക് വിച്ച് ഇസ് ഈക്വൽ ടു 5/3 എന്ന് വരും. നമ്മളോട് ഇതാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? അല്ല, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ആയിരുന്നു കണ്ടുപിടിക്കാൻ പറഞ്ഞത്. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ C1 പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ C2 എന്ന് നമുക്ക് എഴുതാം. സോ നമ്മൾ ഓരോന്നും സെപ്പറേറ്റ്ലി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മളിവിടെ ആഡ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ds is equal to integral over c f of x comma y comma z ds plus integral over c to f of x comma y comma z comma ds. ഓക്കെ, നമ്മളിവിടെ ds എന്ന് എഴുതണം. നമ്മുടെ ds എന്ന് പറയുന്നത് എന്തായിരുന്നു? മോഡ് വി ഓഫ് ടി ഇൻറ്റു ഡി ടി എന്ന് പറയുന്നതായിരുന്നു അല്ലേ. നമ്മൾ 2 വാല്യൂസ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് രണ്ടും കൂടി ഇവിടെ ആഡ് ചെയ്യാം. അങ്ങനെ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/6 ഇൻറ്റു 5√5 + 9 എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് കുറച്ച് ഡെഫിനിഷനാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല, ഓരോന്നിൻ്റെ ഡെഫിനിഷനാണ്. മാസ് ആൻഡ് മൊമെൻറ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. സോ മാസ് എന്ന് പറയുന്നതിന് ഫോർമുല എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ഓവർ സി ഡെൽറ്റ ഓഫ് എക്സ് കൊമ വൈ കൊമ സെഡ് ഡി സെഡ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളിവിടെ ഡെൽറ്റ ഓഫ് സെഡ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഫംഗ്ഷൻ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വരും പ്രോബ്ലത്തിൽ മനസ്സിലാവും. ഇത്ര മാത്രം ഉപയോഗിക്കുക. മാസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഇനി അങ്ങോട്ടുള്ള എല്ലാ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. എം എസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ സി ഡെൽറ്റ ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഡി എസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഡെൽറ്റ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് മൊമെൻറ്റ് എബൌട്ട് ദ കോർഡിനേറ്റ് പ്ലേസ് എന്ന് പറയുന്നത് എം വൈ സെഡ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ സി എക്സ് ഡെൽറ്റ ds and m x z is equal to integral over c y delta ds and m y z is equal to integral over c z delta ds എന്ന് പറയാം. ഓർത്തിരിക്കാൻ ശ്രമിക്കാം. അതായത് ഇവിടെ എം വൈ സെഡ് എന്ന് പറയുമ്പോൾ എക്സ് ആബ്സെൻ്റ് ആണ്. സോ ഇൻറ്റഗ്രലിൻ്റെ ഉള്ളിൽ എക്സ് ഇടുക. എക്സ് സെഡ് ആണ്. സോ വൈ ആബ്സെൻറ്റ്. അതാണ് ഇവിടെ ഇൻറ്റഗ്രൽ വരുന്നത്. എം വൈ സെഡ് എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രൽ ഇവിടെ എക്സ് ഇവിടെ എം ഇത് എഴുതിയ എറർ ഉണ്ട്. എം എക്സ് വൈ ആണ്. എം എക്സ് വൈ എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും? ഇവിടെ ആബ്സെൻ്റ് ആയിട്ടുള്ളത് സെഡ് ആണ്. സോ ഇൻറ്റഗ്രൽ ഓവർ സി സെഡ് ഡെൽറ്റ ഡി എസ് എന്ന് നമുക്ക് വരും. ഓക്കെ, ഇനി നമുക്ക് പറയുന്ന അടുത്തത് കോർഡിനേറ്റ്സ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. കോർഡിനേറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് എക്സ് ബാർ ഇസ് ഈക്വൽ ടു എം വൈ സെഡ് ഡിവൈഡഡ് ബൈ എം ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് പറയുന്നത് മാസ് തൊട്ട് മുകളിലെ ഡെഫിനേഷൻസ് കണ്ടുപിടിച്ചാണ്. വൈ ബാർ ഇസ് ഈക്വൽ ടു എം എക്സ് സെഡ് ഡിവൈഡഡ് ബൈ എം ആൻഡ് സെഡ് ബാർ ഇസ് ഈക്വൽ ടു എം എക്സ് വൈ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് വരും? എം എന്ന് വരും അല്ലേ. ഇനി നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, അതായത് സെക്കൻഡ് മൊമെൻറ്റ് എന്ന് പറയുന്നത്, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ മൊമെൻറ്റ്സും കണ്ടുപിടിക്കണം. അല്ല, പ്രത്യേകിച്ച് നമ്മളോട് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്നുകൂടിയും കണ്ടുപിടിക്കണം. സോ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഐ എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ സി വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ഡി സെഡ്. ഇതും ഓർത്തിരിക്കുക. അങ്ങനെ തന്നെ എക്സ് ഇവിടെ ഉള്ളപ്പോൾ ഇവിടെ എക്സിൻ്റെ ടേംസ് ആബ്സെൻ്റ് ആയിരിക്കും, ബാക്കി രണ്ടെണ്ണം. ഇനി അതേമാതിരി ഐ വൈ എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ഡി എസ് ആൻഡ് ഐ സെഡ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് സെഡ് ആക്സിസ് ഐ സെഡ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ഡി എസ് എന്ന് പറയുന്നതാണ്. ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് എ ലൈൻ. ഇത് ശ്രദ്ധിക്കണം, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് എ ലൈനാണ്, സെഡ് ആക്സിസ് അല്ല. നമുക്ക് അതായത് അതൊക്കെ ഒരു ലൈനാണ്, പക്ഷേ നമുക്കിവിടെ പ്രത്യേകിച്ച് നമുക്ക് പറയാം. അതായത് ഇപ്പോൾ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇക്വേഷൻ, വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈന്, സെഡ് ആക്സിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ സെഡ് ആക്സിസ് പറയുന്ന ഈ ഒരു ലൈന് ഒക്കെ ലൈനാണ്. പക്ഷെ നമുക്കത് എക്സും വൈയും സെഡ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ അറിയാം അല്ലേ. ഇനി ജനറലായിട്ട് നമ്മൾ പറയുന്നതാണ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് എ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എൽ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ സി ആർ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ഡി എസ് എന്ന് പറയുന്നതാണ്. വെർ ആർ ഓഫ് എക്സ് കൊമ വൈ കൊമ സെഡ് എന്ന് പറയുന്നത് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് എക്സ് വൈ സെഡ് ടു ദ ലൈൻ എൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ആർ എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
ആർ ഓഫ് എക്സ് കൊമ വൈ കൊമ സെഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ്, അതായത് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എല്ലിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് എബൌട്ട് എ ലൈൻ എൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ റേഡിയസ് ഓഫ് ഗൈറേഷൻ എബൌട്ട് ദ ലൈൻ എൽ എന്ന് പറയുന്നത് നമുക്ക് ആർ എൽ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ എൽ ഡിവൈഡഡ് ബൈ എം. ഐ എൽ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ദ ലൈൻ ആണ്, ആൻഡ് എം എന്ന് പറയുന്നത് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് ഈ ഡെഫിനേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഓക്കെ.